ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷൻ്റെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സഹനവേളകളിൽ അടിപതറാതെ നിന്നാൽ മഹത്വം ദർശിക്കാൻ സാധിക്കും എന്നതിനെ പറ്റിയാണ്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: ആപത്തിൽ അടിപതറരുത്, അവിടത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക, നിന്റെ അന്ത്യ ദിനങ്ങൾ ധന്യമായിരിക്കും, അഥവാ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. പഴയ നിയമ പുസ്തകങ്ങളിലെ മനോഹരമായ ഒരു പുസ്തകമാണ് പ്രഭാഷകന്റെ പുസ്തകം. ഫുൾ ഓഫ് വിസ്ഡം, ദൈവത്തിൻ്റെ ജ്ഞാനം നിറഞ്ഞു നിൽക്കുന്ന പുസ്തകങ്ങളാണ് സുഭാഷിതങ്ങളും പ്രഭാഷകനും. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ നിത്യജീവിതത്തിൽ ജാമ്യം നിൽക്കണമോ വേണ്ടയോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്ന ദൈവത്തിൻ്റെ പുസ്തകം നിങ്ങൾ നന്നായിട്ട് വായിക്കണം. വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം എങ്ങനെ നയിക്കണം, മക്കളെ എങ്ങനെ വളർത്താം, നമ്മൾ മൃഗങ്ങളോട് എങ്ങനെ പെരുമാറണം തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ അനുദിന ജീവിതത്തിലെ പ്രാക്ടിക്കൽ വിഷയങ്ങൾ വളരെ മനോഹരമായിട്ട് പഠിപ്പിക്കുന്ന 2 പുസ്തകങ്ങളാണ് പ്രോവർബ്സ് ആൻഡ് സിറാക്ക്, അതായത് സുഭാഷിതങ്ങളും പ്രഭാഷകൻ. അതിൽ പ്രഭാഷകന്റെ പുസ്തകത്തിലെ വചനമാണ് നമ്മളിന്ന് കേട്ടത്. ആപത്തിൽ അടിപതറരുത്. പ്രഭാഷകൻ 2:2. നിന്റെ ദൈവത്തോട് നീ ചേർന്ന് നിൽക്കുക, വിട്ടകലാതെ ചേർന്ന് നിൽക്കുക, നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ദോശയും ദോശക്കല്ലും തമ്മിൽ ഒട്ടി നിൽക്കുന്നത് പോലെ, അപ്പവും അപ്പം ചുട്ടെടുക്കുന്ന ചീനച്ചട്ടിയും തമ്മിൽ ഒട്ടി നിൽക്കുന്നത് പോലെ നീ നിന്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. തലയിൽ പുരട്ടുന്ന എണ്ണയും മുടിയും തമ്മിൽ ഒട്ടി നിൽക്കുന്നത് പോലെ നീ നിന്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന പോലെ നീ നിന്റെ ദൈവത്തോട് നിന്റെ സഹനവേളകളിൽ നീ വിട്ടകലാതെ നിൽക്കുകയാണെങ്കിൽ നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പത്രോസ്ലീഹയുടെ കൈകളെ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്: അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ, കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, പത്രോസ്ലീഹ ഒരു സാധാരണ മുക്കുവനായിരുന്നു. നിങ്ങൾക്കറിയാം, പത്രോസിനെ കൊണ്ട് പരിശുദ്ധാത്മാവ് ഇതുപോലത്തെ വചനങ്ങൾ എഴുതിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ആരാ നിങ്ങൾ ചിന്തിച്ചാൽ മതി. പത്രോസ് എങ്ങനത്തെ ആളായിരുന്നു നിങ്ങൾ ചിന്തിക്കണം. എത്രമാത്രം സമർപ്പിക്കപ്പെട്ടിരുന്നു. സഹനത്തിൽ എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ മക്കളായ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്പകാലത്തേക്ക് ശ്രദ്ധിക്കണം, സഹനം എന്നും നീണ്ടു നിൽക്കത്തില്ല. സഹനം എന്നും നീണ്ടു നിൽക്കത്തില്ല. അതാണ് ദൈവം പറയുന്നത്. കുറച്ച് കാലമേ നിൽക്കൂ, അത് കഴിഞ്ഞത് അവസാനിച്ചേ പറ്റൂ. നമ്മൾ ദൈവത്തോട് വിട്ടകലാതെ ചേർന്ന് നിന്നാൽ സഹനം അവസാനിക്കുമെന്ന് തന്നെയാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. എപ്പോഴാണ് ദൈവത്തിന് മാത്രമേ അറിയൂ. പക്ഷെ ദൈവം പറയുന്നത് എന്നേക്കുമില്ല. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വന്നാലും അതിലാനന്ദിക്കുവിൻ, ഹല്ലേലൂയ പാടുവിൻ, സന്തോഷിക്കുവിൻ, സ്തോത്രം പറയുവിൻ, കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും സഹനങ്ങളെ, പരീക്ഷകളെ അതിജീവിക്കുന്ന നമ്മുടെ വിശ്വാസം. സ്വർണത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? സ്വർണം തീയിലൂടെ കടത്തിവിട്ടാൽ വെട്ടിത്തിളങ്ങും. എന്നാൽ അലൂമിനിയം ഒക്കെ തീയിലൂടെ കടത്തിവിട്ടാൽ ചിലപ്പോൾ ചളങ്ങിപ്പോവും, ബാക്കി ഒന്നും കിട്ടത്തില്ല. ചില സ്റ്റീൽ പാത്രം പോലും ചില സമയത്ത് തീ പിടിച്ചു കഴിഞ്ഞാൽ പാത്രമൊക്കെ ചളിങ്ങി ഒടുങ്ങി കരിഞ്ഞു പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വർണത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് അഗ്നിയിലൂടെ കടത്തിവിട്ടാൽ വെട്ടിത്തിളങ്ങും. ഇതുപോലെ പറയാണ്, സഹനവേളകളിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ഈ തീയുടെ അനുഭവം കഴിയുമ്പോൾ നമ്മൾ വെട്ടിത്തിളങ്ങും, ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും. ഞാൻ കുറേയേറെ ഉദാഹരണങ്ങളിലൂടെ ഇന്ന് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഒന്ന്, ആദം വളരെ സന്തോഷത്തോടു കൂടി ഏദൻ തോട്ടത്തിൽ ഇങ്ങനെ പാട്ടുമൊക്കെ പാടി ആനയെയും കുതിരയെയും മയിലിനെയും കിളികളെയും ഒക്കെ കണ്ടിങ്ങനെ ആനന്ദിച്ച് നടക്കുന്ന സമയം. ആദം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ മൃഗങ്ങളും പക്ഷികളുമാണ്. ഒരു ദിവസം ദൈവം അടുത്ത് വന്ന് ആദത്തെ ഒന്ന് തടകി. അത്രേ ആദത്തിന് ഓർമ്മയുള്ളൂ. ആദം ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആദം കണ്ടു, അയ്യോ ഒരു വാരിയല് കാണുന്നില്ല. അയ്യോ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്ന ഒരു വാരിയല് കാണുന്നില്ല. ദൈവമേ, ഇവിടെ ഒരു മുറിവും കൂടെ, ഇടതുവശത്തൊരു മുറിവ്. അയ്യോ എന്നെ ഒരു സർജറി ചെയ്തിരിക്കുന്നു, എന്നെ ഒരു ശസ്ത്രക്രിയ ചെയ്തിരിക്കുന്നു, തയ്ച്ചു വച്ചിരിക്കുന്നു. നേരത്തെ ഇല്ലായിരുന്ന ഒരു മുറിവ്.
എനിക്ക് തോന്നുന്നു വേദന ഉണ്ടായിരുന്നു ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവിടെ ഒരു മുറിവും ഉണ്ടായിരുന്നു, ഒരു വാരിയെല്ലും കാണാനില്ല. ആദത്തിന് സങ്കടം വന്ന് കാണും, എൻ്റെ ഒരു വാരിയെല്ല് പോയി. എന്നാലും ദൈവം ഈ കൊലച്ചത് ചെയ്തല്ലോ, എന്നോടിത് വേണ്ടായിരുന്നു, എന്നെ പിടിച്ച് ഉറക്കിക്കിടത്തിയിട്ട് എന്നെ കീറിയിരിക്കുന്നു, എൻ്റെ എല്ലും കൊണ്ട് പോയിരിക്കുന്നു, ഇത് നേരത്തെ ചെയ്താൽ പോരായിരുന്നോ, എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്തത്? അങ്ങനെ കുറേ സങ്കടം ആദത്തിനുണ്ടായി. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് ആദം തൻ്റെ സഹനത്തിൽ നിന്നും തൻ്റെ മുറിവുകളിൽ നിന്നും കണ്ണുയർത്തി നേരെ മുൻപിലേക്ക് നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. അതീവ സുന്ദരിയായ ഒരു സ്ത്രീ അവനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നത് കണ്ടു. ദൈവം ആദത്തിന് കൊടുത്ത സമ്മാനമായിരുന്നു അത്, അവൻ്റെ ഭാര്യയായിരുന്ന ഹൗവ. ഉടനെ ആദം തൻ്റെ സഹനവും തൻ്റെ വേദനയും വാരിയെല്ല് പോയ ദുഃഖവും എല്ലാം മറന്നുകൊണ്ട് പറഞ്ഞു, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് അവന് നല്ലതല്ല എന്ന് പറഞ്ഞ ദൈവം അവനൊരു ഭാര്യയെ കൊടുക്കുന്നതിന് വേണ്ടി അവനെ സന്തോഷത്തിൻ്റെ അനുഭവത്തിലൂടെ അല്ല കൊണ്ടുപോയത്, അവനെ സഹനത്തിൻ്റെ അനുഭവത്തിലൂടെ കൊണ്ടുപോയത്. അവനെ വേദനയിലൂടെ കൊണ്ടുപോയിക്കൊണ്ടാണ് അവന് വലിയൊരു സമ്മാനം കൊടുത്തത്. ഇത് അഗസ്റ്റീനോസ് ആവർത്തിച്ച് പറയുന്നുണ്ട്. സെയിൻറ്റ് അഗസ്റ്റിൻ, ദൈവം നിങ്ങൾക്കൊരു അനുഗ്രഹം തരുന്നതിന് മുമ്പ് ഒരു വേദനയിലൂടെ കൊണ്ടുപോകും. നിങ്ങൾക്കൊരു അനുഗ്രഹം തരാൻ ദൈവം പ്ലാൻ ചെയ്യുന്നുണ്ടോ, അതിനു മുമ്പ് ഒരു വേദന വന്നിരിക്കും. ആ വേദന വന്നു കഴിയുമ്പോൾ അനുഗ്രഹം വരും, പാഴ്സൽ വരുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് സഹനം. സഹനവേളകളിൽ നീ ആപത്തിൽ അടിപതറരുത്, ദൈവത്തോട് വിട്ടകരാതെ ചേർന്ന് നിൽക്കുക, നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ ഉദാഹരണം ഇസഹാക്കാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. കാരണം ചെറുപ്പക്കാരനായ കൗമാരത്തിനും യൗവനത്തിനും ഇടയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട മകനായ ഇസഹാക്കിനെ കൊണ്ടുപോയി മോറിയ മലയുടെ മുകളിൽ ഈ അബ്രഹാം എന്ന് പറയുന്ന അപ്പൻ കെട്ടിയിടുകയാണ്. കൈയും കാലുമെല്ലാം കെട്ടിയിട്ടു, വിറകെടുത്ത് വച്ചു. ഇനി തീ കൊളുത്തിയാൽ മതി, തീ കൊളുത്തുന്നതിന് മുമ്പ് കൊല്ലണം. അതിന് തനിക്ക് മനസ്സിലായി, വെട്ടിക്കൊന്നിട്ട് തന്നെ ബലിയർപ്പിക്കാൻ പോവുകയാണ്. ഇസഹാക്ക് കിടുകിടാ വിറച്ച് കാണും, 10-16 വയസ്സേ ഉള്ളൂ. കിടുകിടാ വിറച്ച് കാണും, കെട്ടിയിട്ടിരിക്കുന്നു, വിറകെടുത്ത് വെച്ചിരിക്കുന്നു, അപ്പൻ്റെ കയ്യിൽ കത്തിയുമുണ്ട്. അങ്ങനെ ചങ്ക് പൊട്ടി വലിയ സഹനത്തിലൂടെ മരണവേദന, തൊട്ടു മുൻപിൽ മരണവേദനയാണ്. വലിയ സഹനത്തിലൂടെ ഇസഹാക്ക് കടന്നുപോയി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം അവനെ രക്ഷിച്ചു എന്ന് മാത്രമല്ല, 26-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വരുമ്പോൾ ഈ ദൈവം ഇവിടെ കിടന്ന ഇസഹാക്കിനോട്, അന്ന് സഹിച്ച ഇസഹാക്കിനോട് പറയുകയാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. രണ്ട് കാര്യം ദൈവം പറയുക, ഞാൻ എന്നും നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഐ വിൽ ബി വിത്ത് യു ഫോർ എവർ ആൻഡ് എവർ ആൻഡ് എവർ. നിന്റെ കൂടെ എന്നും, നിന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഉണ്ടായിരിക്കും. ദൈവം പറയുക, കാരണം നീ സഹനവേളയിൽ പിറുപിറുത്തില്ല. ഇസഹാക്കേ, നീ സഹനവേളയിൽ നിന്റെ അപ്പൻ നിന്നെ കെട്ടിയിട്ടപ്പോൾ നീ അപ്പനെ തെറി വിളിച്ചില്ല, നീ ദൈവത്തെ തെറി വിളിച്ചില്ല, നീ ചോദ്യം ചെയ്തില്ല, നീ കെട്ടപ്പെട്ടവനായി കിടന്ന് എന്നെ ആരാധിച്ചു. മോറിയ മലയുടെ മുകളിൽ കൊല്ലപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും നീ അവിടെ കിടന്ന് കൈകളിൽ ചങ്ങല, കാലുകളിൽ ചങ്ങല, കയർ കൊണ്ടുള്ള കെട്ട് ചങ്ങല, എന്നിട്ട് നീ എന്നെ ആരാധിച്ചു. ഇസഹാക്കേ, നീ സഹനത്തിൽ എന്നോട് ചേർന്ന് നിന്നു, നീ സഹനത്തിൽ എന്നെ സ്നേഹിച്ചു, എന്നെ മഹത്വപ്പെടുത്തി, എന്നെ തള്ളിക്കളഞ്ഞില്ല. അതുകൊണ്ട് ഞാനും നിന്നെ തള്ളിക്കളയത്തില്ല, ഞാൻ എന്നും നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. നിങ്ങൾക്കറിയാമോ, ബൈബിൾ വായിച്ചു നോക്കൂ, ഇസഹാക്ക് കുഴിക്കുന്ന കിണറുകളെല്ലാം ശത്രുക്കൾ വന്ന് മൂടിക്കളയാണ്. മരുഭൂമിയിൽ കിണർ കുഴിക്കുന്നത് പ്രയാസമാണ്, വെള്ളം കിട്ടണം. കുഴിക്കുന്ന കിണറെല്ലാം രാത്രിയാകുമ്പോൾ ശത്രുക്കൾ വന്ന് മൂടിക്കളയും. ഒടുവിൽ ഇസഹാക്ക് എന്ത് ചെയ്യുന്നറിയാം, ആരോടും ബഹളത്തിന് പോകാതെ ഇസഹാക്ക് പുതിയ പുതിയ കിണറുകൾ കുഴിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം അന്ന് വരൾച്ചയുടെ കാലഘട്ടം ഉണ്ടായപ്പോൾ ബാക്കി ആർക്കും കൊയ്ത്ത് കിട്ടുന്നില്ല, ഈന്തപ്പഴം കിട്ടുന്നില്ല, ഫലങ്ങൾ ഉണ്ടാകുന്നില്ല, ഒന്നുമില്ല. ഇസഹാക്കിൻ്റെ വയലിൽ 100 മേനിയാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. ഇസഹാക്കിൻ്റെ കിണറുകൾ ശത്രുക്കൾ വന്ന് അസൂയ കൊണ്ട് മൂടിയിട്ടും ദൈവം ഉൽപ്പത്തി 26:3 കൊടുത്ത വാഗ്ദാനം നിറവേറ്റി. ഞാൻ എന്നും നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇസഹാക്കിന് 100 മേനി വിളവ് കിട്ടി. ഈ സമയത്ത് കിണർ കുഴിക്കാൻ നേതൃത്വം കൊടുത്ത ശത്രു സൈന്യത്തിൻ്റെ രാജാവ് വന്നിട്ട് പറയുകയാണ്, നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഭായിയായിട്ട് കഴിയാം, നമുക്ക് രണ്ടുപേർക്ക് ശത്രുക്കളാകണ്ട, മിത്രങ്ങളാകാം. കാരണം നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് ഞങ്ങൾക്ക് പോലും മനസ്സിലായിരിക്കുന്നു. ഇത് ദൈവം കൊടുത്ത വാഗ്ദാനത്തിൻ്റെ നിറവേറ്റലാണ് പ്രിയപ്പെട്ടവരെ. പക്ഷെ ഇത്രയും വലിയൊരു അനുഗ്രഹം വരുന്നതിന് മുമ്പ് ഇസഹാക്ക് വേദനയിലൂടെ കടന്നുപോയെന്ന സത്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. 3, മോശ. മനുഷ്യ ചരിത്രത്തിൽ ഇത്രമാത്രം അഭിഷേകമുള്ള
വേറൊരു വ്യക്തി ഉണ്ടായിട്ടുണ്ടോ? ഒരു കടലിൻ്റെ നേരെ തൻ്റെ വലത് കരത്തിലിരിക്കുന്ന വടിയെടുത്ത് നീട്ടുമ്പോൾ അറബിക്കടൽ രണ്ടായിട്ട് വിഭജിക്കുന്നതൊന്ന് കണ്ടേ, ഭാവന കണ്ടേ. നിങ്ങളുടെ ദേശത്തെ കടൽ രണ്ടായിട്ട് മാറുന്നു, നടുക്ക് നാഷണൽ ഹൈവേ പോലെ റോഡ് വരുന്നു, ലക്ഷക്കണക്കിന് ജനം ഹല്ലേലൂയ പാടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. കടലിലെ ജലം ഭിത്തി പോലെ ഉയർന്നു നിൽക്കുന്നു. സ്രാവും തിമിംഗലങ്ങളും മീനുകളും രണ്ടു ഭാഗത്തു നീ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്നു. മോശ വടി ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. ആരും അഹങ്കരിച്ചു പോകാനുള്ള ഒരു അഭിഷേകമാണ്. പക്ഷേ മോശ വിനയത്തോടെ അവിടെ നിന്നു. അതിശക്തമായ സ്വർഗത്തിൻ്റെ അഭിഷേകം ഈ മനുഷ്യൻ്റെ പുറത്ത് കൊടുക്കാൻ ദൈവത്തിന് മനസ്സായി. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ പാറപ്പുറത്ത് അടിക്കുമ്പോൾ 20 ലക്ഷം വരുന്ന ജനത്തിന് കുടിക്കാനുള്ള വെള്ളം ഒഴുകുന്നു. നിങ്ങൾ ഓർക്കണം, കോട്ടയം ജില്ലയിൽ 5 ലക്ഷം പേര്, എറണാകുളം ജില്ലയിൽ 5 ലക്ഷം പേര്, ആലപ്പുഴ ജില്ലയിൽ 5 ലക്ഷം പേര്, പത്തനംതിട്ട ജില്ലയിൽ 5 ലക്ഷം പേര്, 20 ലക്ഷം. ഇത്രയും പേരുണ്ടെന്ന് ഇസ്രായേൽ ജനം. ഇവർക്ക് കുടിക്കാൻ വെള്ളം വേണമെങ്കിൽ എങ്ങനത്തെ വെള്ളമായിരിക്കും വന്നത്? ഒരു പാറയുടെ പുറത്ത് അടിച്ചപ്പോൾ, ഒരു വലിയ പാറ, ആ പാറയുടെ 4 ഭാഗത്തേക്ക് നദികൾ ഒഴുകി. നദികളാണ് ശരിക്കും ഒഴുകിയത്, അല്ലാതെ ചുമ്മാ വെള്ളമൊന്നുമല്ല, നദി ഒഴുകി. എന്തൊരു അഭിഷേകമാണ് ഈ മനുഷ്യന്. പക്ഷേ ഇത് കൊടുക്കുന്നതിന് മുമ്പ്, ഇത്രമാത്രം ഉയർത്തുന്നതിന് മുമ്പ്, ഈ മനുഷ്യൻ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യുന്നുവെന്നറിയാൻ ദൈവം നോക്കി നിന്നു. 40 കൊല്ലം ഈജിപ്തിൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ച മോശ പിന്നത്തെ 40 കൊല്ലം അമ്മായിയപ്പൻ്റെ വീട്ടിൽ അമ്മായിയപ്പൻ്റെ ആടുകളെ നോക്കിക്കൊണ്ട് ഒന്നുമില്ലാത്തവനായി രാവിലെ കൊട്ടാരത്തിൽ എല്ലാവിധ ലക്ഷറിയിലും സുഖ സൗകര്യങ്ങളിലും സമ്പത്തിലും ധനത്തിലും കഴിഞ്ഞിരുന്ന മനുഷ്യൻ ഒരു കീറത്തുണി ഉടുത്ത് കയ്യിലൊരു വടിയുമായി 3 നേരം ശരിക്ക് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായ 40 വർഷം ആട്ടിടയനെ പോലെ ജീവിച്ചപ്പോൾ മോശ ദൈവത്തെ ചോദ്യം ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, മോശ ഒരിക്കൽ പോലും ദൈവത്തെ ചോദ്യം ചെയ്തില്ല. മോശ പെറുപെറുത്തില്ല. മോശ ദൈവത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞില്ല. അവൻ ദൈവത്തെ ആരാധിച്ചു. അതാണ് നമ്മൾ ആദ്യം കണ്ടത്. പ്രഭാഷകൻ 2:2. നിന്റെ സഹനവേളയിൽ ഞെരുക്കങ്ങളിൽ അടിപതറരുത്, അവിടത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അവസാന ദിവസങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. മോശയുടെ ജീവിതം പിന്നീട് നമ്മൾ കാണുന്നത് സഹനം കഴിഞ്ഞു പിന്നെ ഒരു മഹത്വമാണ്, ഗ്ലോറിയാണ്. ദൈവം മേഘത്തിൽ ഇറങ്ങി വന്ന് സംസാരിക്കുന്നത് പോലും നമ്മൾ മോശയുടെ ജീവിതത്തിൽ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. ഹല്ലേലൂയ! അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ, ദൈവമേ എന്നുള്ള ചിന്തയോടെ, ദൈവമേ എന്നൊരു വിളിയോടെ, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകളോടെ നീ അത് ക്ഷമാപൂർവം സഹിച്ചാൽ അനുഗ്രഹ കാരണമാകും. ഇത് ദൈവത്തിൻ്റെ വാക്ക, മാറ്റമില്ല. ഭർത്താവിൻ്റെ അടിയുമിടിയും അന്യായമായിട്ട് കൊള്ളുന്ന സഹോദരി, ഭാര്യയുടെ ചീത്തവിളി അന്യായമായിട്ട് കേൾക്കുന്ന സഹോദര, ഭർത്താവിൻ്റെ മദ്യപാനം മൂലം വിഷമിക്കുന്ന ഭാര്യയെ, അപ്പൻ്റെ ദുഷിച്ച ജീവിതം മൂലം വിഷമിക്കുന്ന കുഞ്ഞെ, നീ അന്യായമായി പീഡിപ്പിക്കപ്പെടുകയാണ്. നീ ചെയ്യാത്ത തെറ്റിനെ പീഡിപ്പിക്കപ്പെടുക. പക്ഷെ നീ ദൈവമേ എന്നുള്ള ഓർമ്മയിൽ, എൻ്റെ പൊന്നേശുവേ എന്നുള്ള ഓർമ്മയിൽ നീ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് ദൈവം ഇവിടെ വാക്ക് തരുന്നത്. ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ദാവീദ്. അഭിഷേക തൈലം തലയിൽ വീണ അന്ന് തുടങ്ങിയ സഹനം, എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട. ദാവീദിനെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് സാവൂൾ അഭിഷേകം ചെയ്തു. അന്ന് വരെ 10, 16, 17 വയസ്സ് കാണും. ഇതിന് ശേഷം അന്ന് വരെ സ്വസ്ഥതയോടെ ജീവിച്ചിരുന്ന ദാവീദിൻ്റെ സ്വസ്ഥത പോയി. സാവൂൾ രാജാവ് കുന്തമെറിയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് അങ്ങോട്ട് സഹനമാണ്. രാജാവും പട്ടാളക്കാരും മുഴുവൻ ഈ ചെറുപ്പക്കാരനെ കൊല്ലാനായിട്ട് നടക്കുക. ശരിക്കൊന്ന് മലമൂത്ര വിസർജനം പോലും സ്വസ്ഥതയോടെ ചെയ്യാൻ പറ്റാതെ ദാവീദ് വിഷമിക്കുന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ഒരു ഭ്രാന്തനെ പോലെ തുപ്പലൊലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന കാണാൻ സാധിക്കും. കിടന്നുറങ്ങാൻ സ്ഥലമില്ല, ആഹാരമില്ല, കൂട്ടുകാരാരുമില്ല, എല്ലാവരും ഉപേക്ഷിക്കപ്പെടുന്നു. ഇടയ്ക്ക് യുദ്ധങ്ങൾ, ഭാര്യ മക്കൾ നഷ്ടപ്പെടുന്നു, ഒരുപാട് സഹനങ്ങൾ. പക്ഷേ ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവെടിയരുത് എന്ന് പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം നമ്മളെ ഓർപ്പിക്കുന്നു. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവെടിയരുത്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദ് ഇത് തന്നെയാണ് ചെയ്തത്. സഹനമെന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ പുറകെയോ അടുത്തത്, അടുത്തതിൻ്റെ പുറകെ അടുത്തത്, അടുത്തതിൻ്റെ പുറകെ അടുത്തത്, ഇവിടെയെല്ലാം ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ
നിങ്ങൾക്കറിയാമോ 23-ാം സങ്കീർത്തനം നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണല്ലേ? കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. ഇത് രാജാവായപ്പോൾ എഴുതിയതല്ല. സാവൂള് കുന്തമെറിയാൻ ഓടിച്ചിടുന്ന സമയത്ത്, വേദനയോടെ പോകുന്ന സമയത്ത്, വേദനയുടെ മധ്യത്തിൽ ദാവീദ് പാട്ടുപാടുകയാണ്. ദാവീദ് ദൈവത്തെ ആരാധിക്കുക. എനിക്കറിയാം ബുദ്ധിമുട്ടാന്ന്, പക്ഷെ ചെയ്തു നോക്കൂ. നിങ്ങൾക്കറിയാമോ, പൗലോസും സീലാസും ജയിലിനകത്ത് കിടക്കുന്ന സമയത്ത് പെറുപിറുക്കിയല്ല, ജയിലിൻ്റെ ചങ്ങലകൾ കുലുക്കി. ആ ഗിറ്റാറിനും വയലിനും പകരം ചങ്ങല കുലുക്കി ഹല്ലേലൂയ പാട്ടുപാടി അവർ ആരാധിച്ചപ്പോൾ ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടിയാതെ അവർ ദൈവത്തോട് ചേർന്ന് നിന്നു. ദോശയും ദോശക്കല്ലും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ ജയിലിൻ്റെ ചങ്ങല കുലുങ്ങി, അടിത്തറ ഇളകി, ഭിത്തി ഇളകി താഴെ വീണു. തടവുകാരെല്ലാം യേശുവിനെ അറിഞ്ഞു. തടവുകാരും ഓടിക്കളഞ്ഞില്ല. അവരെല്ലാം യേശുവേ ഞങ്ങൾക്ക് അങ്ങേ വേണം യേശുവേ, ഞങ്ങൾ പാപികളാണ് യേശുവേ, ഞങ്ങൾ കൊടും പാപികൾ, ജയിലിൽ വന്നവരാണ്, കുറ്റവാളികളാണ്, പക്ഷെ ഞങ്ങൾക്കിനി പഴയ ജീവിതം വേണ്ട, യേശുവിനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജീവിക്കത്തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടാനിടയായില്ലേ പ്രിയപ്പെട്ടവരെ? ദൈവം നമ്മളെ സ്നേഹത്തോടെ വിളിക്കുക. സഹനമാണ് ടെസ്റ്റ്. ഈ സമയത്ത് ദൈവത്തെ ചോദ്യം ചെയ്യാതെ ചേർന്ന് നിന്നാൽ നിങ്ങൾ വിജയം വരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം ഉറപ്പായിട്ട് പറയുന്നു. മറ്റൊരു വ്യക്തിയെക്കുറിച്ചുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കാതെ യാക്കോബാണ്. യാക്കോബ് റാഹേലിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു. കിട്ടിയത് ലേയായാണ്, അവളുടെ സഹോദരിയാണ്. റാഹേൽ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല. അത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 14 കൊല്ലം ലാബാൻ എന്ന് പേരുള്ള അമ്മായിയപ്പന് കൂലിവേല ചെയ്യേണ്ടതായിട്ട് വന്നു. 1-2 അല്ല കേട്ടോ, 14 കൊല്ലത്തെ കൂലിപ്പണി. ഈ കൂലിപ്പണി 14 കൊല്ലത്തെ കഷ്ടപ്പാട് കഴിഞ്ഞപ്പോൾ അവൻ ആഗ്രഹിച്ച പെണ്ണിനെ അവന് കല്യാണം കഴിക്കാനായിട്ട് സാധിക്കാൻ അവന് റാഹേലിനെ അവന് ഭാര്യയായിട്ട് കിട്ടുകയാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാനിയേൽ പ്രവാചകൻ ഒരുപാട് സ്വർഗീയ ദർശനങ്ങൾ കണ്ട വ്യക്തിയാണ്. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം, സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് എറിയപ്പെടുന്നത് അത്ര രുചികരമായ ഒരു അനുഭവമല്ല, സന്തോഷകരമായ ഒരു അനുഭവമല്ല. നിങ്ങൾ ഓർക്കണം, ഗുഹയിൽ നിന്നും കെട്ടിയിറക്കി സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്ന സമയത്ത് ദാനിയേൽ കേൾക്കുന്നത് സിംഹങ്ങളുടെ മുരൾച്ചയാണ്, അലർച്ചയാണ്. ഭക്ഷണം കിട്ടാടക്കുന്ന സിംഹങ്ങൾ അലറി വിളിക്കുകയാണ്, ബോ എന്നുള്ള ശബ്ദം കേൾക്കുക. ഞെട്ടി വിറച്ച് കാണും ദാനിയേൽ, വേദനിച്ച് കാണും. സിംഹം വായും തുറന്ന് പല്ലി വിളിച്ച് നിൽക്കുക. അപ്പോൾ കയറി കെട്ടി തൂക്കി ഇറക്കുകയാണ് ഗുഹയുടെ അകത്തേക്ക്. എല്ലാം കൊണ്ടും പേടിച്ചു പോകുന്നൊരു സമയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് ദൈവമേ, നീ എൻ്റെ സിംഹത്തിൻ്റെ ഗുഹയിൽ ഇറക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് ചോദിച്ചില്ല. അവൻ ആരാധിച്ചു. കയറിൽ കെട്ടി ഗുഹയിലേക്ക് ഇറക്കുന്ന സമയത്ത് അവൻ ആരാധിച്ചു. ദൈവമേ സ്തോത്രം, സിംഹത്തിൻ്റെ വായുടെ അടുത്തുള്ള അനുഭവം എനിക്ക് തരുന്നതിനെ, ഗുഹയിലേക്ക് ഇറക്കപ്പെട്ടതിന് നിന്നെ ആരാധിക്കുന്നു, നിന്നെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും. ഐ വർഷിപ്പ് യു, ഐ അഡോർ യു, ഐ ഗ്ലോറിഫൈ യുവർ ഗോഡ്. ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വേദനിച്ചപ്പോൾ അവൻ അവൻ്റെ ദൈവത്തോട് ചേർന്ന് നിന്നു. കർത്താവിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു, നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. സിംഹങ്ങളുടെ വായടഞ്ഞു. വിജാതീയ രാജാവ് യേശുക്രിസ്തുവിനെ അറിഞ്ഞു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തി. മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സഹനത്തിലൂടെ പോയ വ്യക്തി യേശു ക്രിസ്തുവാണ്. ഇനി സഹിക്കാനൊന്നുമില്ല. 600 പട്ടാളക്കാരുടെ തുപ്പൽ, മാംസം വലിച്ചു പറഞ്ഞു, ചിതറിക്കപ്പെട്ടു. ഉഴവുചാല് പോലെ അവൻ്റെ മുതുക് കീറിയെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. വയലിൽ വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് കാളയും കലപ്പയും കെട്ടി ഉഴവുന്നത് പോലെ ചാട്ട കൊണ്ട് യേശുവിൻ്റെ മുതുക് ഉഴുതു. അവൻ്റെ മുറിവുകളാൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടി. ഇത്രമാത്രം സഹനത്തിൽ പോയപ്പോഴും ദൈവപിതാവിനോട് ചേർന്ന് നിന്നതിനാൽ ഫിലിപ്പി ലേഖനം 2:9 പറയുന്നു, ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുമടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി എല്ലാവരും ഏറ്റുപറയുന്നതിനും വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ദൈവം ഏറ്റവും ഉയർത്തിയത് എന്തിനാണെന്നറിയാമോ? യേശു സഹനമധ്യത്തിൽ പിതാവിനോട് ചേർന്ന് നിന്നു. എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ചേർന്ന് നിന്നു. നിങ്ങളുടെ സഹനം മാറും കേട്ടോ. എനിക്ക് എന്താ ഇത്ര ഉറപ്പെന്നറിയാമോ? വചനമുണ്ട്. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ തിരുവചനം, 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം ഞാൻ നിനക്ക് നൽകും. പ്രിയപ്പെട്ടവർ, ഇത് ദൈവം പറയുന്ന വാക്കാ. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കുമെന്ന് പറഞ്ഞാൽ അതൊരു കാലാവധിയാണ്.
ചിലപ്പോൾ എനിക്കത് 2 ആഴ്ചയായിരിക്കാം, നിങ്ങൾക്കത് 2 മാസമായിരിക്കാം, വേറൊരു ചേച്ചിക്കത് 2 വർഷമായിരിക്കാം, ഒരു ചേട്ടൻ അത് 4 വർഷമായിരിക്കാം. 10 ദിവസം എന്ന് പറയുന്നത് ഒരു കണക്കാണ്, ഒരു കാലാവധിയാണ്. അത് ഓരോ കുടുംബത്തിലും മാറും, വ്യക്തിക്ക് മാറും. പക്ഷെ ദൈവം പറയാണ്, നീ ജീവൻ പോയാലും പിന്മാറാതെ എന്നോട് വിശ്വസ്തത പുലർത്തി എന്നെ ആരാധിച്ച് പാട്ടുകൾ പാടി പ്രാർത്ഥിച്ച് ഉപവാസമെടുത്ത് കൈവിരിച്ചു പിടിച്ച് ആരാധിച്ച് എന്നെ തുള്ളിച്ചാടി ആരാധിച്ച് നീ പെറുപെറുക്കാതെ ആരാധിച്ച് എന്നോട് ചേർന്ന് നിൽക്കുക, മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം ഞാൻ നിനക്ക് തരും. ക്രൗൺ ഓഫ് ലൈഫ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. നിനക്ക് വേണ്ടി ഞാൻ തരാൻ പോകുന്നത് വലിയൊരു സമ്മാനമാണ് പ്രിയപ്പെട്ടവരെ. മഹത്വത്തിന്റെ കിരീടം തന്ന് നിന്നെ ഞാൻ ബഹുമാനിക്കും. നിന്റെ ഇടവകയിൽ, നിന്റെ സമൂഹത്തിൽ, നിന്റെ കൂട്ടുകാരുടെ മധ്യത്തിൽ, നിന്നെ പരിഹസിച്ചവരുടെ മധ്യത്തിൽ, നിന്റെ കുടുംബക്കാരുടെ ഇടയിൽ നിന്നെ ഞാൻ ബഹുമാനിച്ച് ഉയർത്തും. ഞാൻ സർവശക്തനായ ദൈവമാണ്. ഐ ആം ഗോഡ് ഓൾമൈറ്റി. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 10-ാമത്തെ തിരുവചനം പറയുന്നു, ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി കർത്താവ് മടക്കി കൊടുത്തു. യേശു ക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഹിച്ച വ്യക്തി ജോബാണെന്ന് ഞാൻ പറയും. പ്രിയപ്പെട്ടവരെ, ശരീരം മുഴുവൻ വിണ്ട് കീറി മാലിന്യ ജലം നിറഞ്ഞ് അണുക്കൾ ചുറ്റി പുഴുക്കൾ വന്നിരുന്നു, പുഴുത്തുനാറി പഴുപ്പ് നിറഞ്ഞ് ജോബ് ചുരണ്ടിയിരിക്കുകയാണ്. രാവും പകലും ഉറങ്ങാൻ പറ്റുന്നില്ല. മക്കളെല്ലാം മരിച്ചു, ആടുമാടുകളെല്ലാം ചത്തുപോയി, സമ്പത്തെല്ലാം നഷ്ടമായി, ആഹാരം കഴിക്കാൻ പോലും ആരെങ്കിലും കൊണ്ട് കൊടുക്കണം. ഭാര്യയെ ഇട്ടിട്ട് പോയി, ഓർത്തോണം, ആരുമില്ല. 3 കൂട്ടുകാർ സഹായിക്കാനെന്നും പറഞ്ഞ് കൗൺസിലിങ്ങിന് വന്നവരാണ്. അവർ ജോബിനെ കുറ്റപ്പെടുത്തി ഉള്ള സമാധാനം കൂടെ കളയാൻ ശ്രമിക്കുകയാണ്. അവർ ആശ്വാസ വാക്ക് പറയാതെ നീ പാപം ചെയ്ത് കാണും, നീ പാപം ചെയ്ത് കാണുമെന്ന് പറഞ്ഞ് ജോബിനെ ഇട്ട് ഉള്ളതിൽ കൂടുതൽ കഷ്ടപ്പെടുത്തുകയാണ്. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ജോബ് ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ മാംസം അഴുകിപ്പോയാൽ അഴുകുന്ന മാംസത്തിൽ നിന്ന് ഞാൻ എൻ്റെ ദൈവത്തെ കാണും, ദൈവത്തെ ആരാധിക്കും. എൻ്റെ അഴുകുന്ന മാംസം ദൈവത്തെ ആരാധിക്കും എന്ന് പറഞ്ഞാൽ എന്നെ വറുചട്ടിയിലിട്ട് വറുത്തെടുത്താലും ഞാൻ എൻ്റെ ദൈവത്തെ തള്ളിപ്പറയാതെ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. ഞെരിക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവടിയരുത്. പ്രഭാഷകൻ 2:4, പ്രഭാഷകൻ 2:6. കർത്താവിൽ ആശ്രയിക്കുക, അവിടെ നിന്നെ സഹായിക്കും. ഞെരിക്കുന്ന ദൗർഭാഗ്യത്തിൽ ജോബ് ഒരിക്കൽ പോലും ശാന്തത കൈവടിയാതെ ദൈവത്തോട് ചേർന്ന് നിന്നു, ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു, ഒട്ടിപ്പിടിച്ചു നിന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോബിനെ ദൈവം അവസാനം അനുഗ്രഹിക്കുന്നു. 42-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കൂ. ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് തിരികെ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു ജോബിന്റെ മക്കളെ ദൈവം ചിലപ്പോൾ ഉയർപ്പിച്ച് കാണും, നമുക്കറിയത്തില്ല. പക്ഷെ മക്കളെ ഇരട്ടിയായിട്ട് കിട്ടി. കന്നുകാലികൾ, സമ്പത്ത് എല്ലാം കിട്ടുകയാണ്. ജോബിന് എന്തെല്ലാം ഉണ്ടായിരുന്നു? അഭിഷേകം ഇരട്ടിയായി, ദൈവത്തോടൊപ്പമുള്ള നടപ്പിന്റെ ആഴം ഇരട്ടിയായി, ജോബിന്റെ എളിമ ഇരട്ടിയായി. അതുകൊണ്ടാണ് ജോബ് പറയുന്നത്, നേരത്തെ ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു, പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. എളിമ ഇരട്ടിയായി, സ്നേഹം ഇരട്ടിയായി, സൗമ്യത ഇരട്ടിയായി, വിശ്വസ്തത ഇരട്ടിയായി, എല്ലാ ഫലങ്ങളും, പ്യൂരിറ്റി, ലൈംഗിക പരിശുദ്ധി ഇരട്ടിയായി, പ്രാർത്ഥനാ ജീവിതം ഇരട്ടിയായി, എല്ലാം ഇരട്ടിയായി, ബാങ്ക് ബാലൻസ് ഇരട്ടിയായി, അഭിഷേകം ഇരട്ടിയായി, കുടുംബത്തിലെ സമാധാനം ഇരട്ടിയായി, എല്ലാം ഇരട്ടിയായി. ഇതിന്റെ കാരണം എന്താണെന്നറിയാമോ? സഹനവേളകളിൽ അടിപതറരുത്, നിന്റെ ദൈവത്തോട് നീ ചേർന്ന് നിൽക്കുക, നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. പ്രഭാഷകൻ 2:2. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? സഹനം വരുമ്പോൾ പലരും പരിപാടി പൂട്ടിക്കെട്ടും. പകരം 1 മണിക്കൂർ നേരത്തെ എഴുന്നേക്കണം. നിങ്ങൾ ഇന്ന് 5 മണിക്ക് വെളുപ്പിന് എഴുന്നേക്കുന്ന ആളാണെങ്കിൽ സഹനം വരുമ്പോൾ 4 മണിക്ക് എഴുന്നേക്കണം. കുറച്ചുകൂടെ അങ്ങോട്ട് ആരാധിക്കണം. ആഴ്ചയിൽ 1 നേരം ഉപവാസം എടുക്കുന്ന ആളാണെങ്കിൽ ആഴ്ചയിൽ 3 നേരം ഉപവാസം എടുക്കണം. തിങ്കൾ, ബുധൻ, വെള്ളി ഉച്ചയ്ക്കത്തെ ആഹാരം വേണ്ട. നിങ്ങൾ 3 അധ്യായം ബൈബിൾ വായിക്കുന്ന ആളാണെങ്കിൽ പിശാചിനിട്ട് പണി കൊടുക്കാൻ വേണ്ടി 6 അധ്യായം ബൈബിൾ വായിക്കണം. നിങ്ങൾ 3 കൊന്ത ചൊല്ലുന്ന ആളാണ് 6 കൊന്ത ചൊല്ലണം. നിങ്ങൾ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ആളാണ് എന്നും പള്ളിയിൽ പോകാൻ തുടങ്ങണം. കുടുംബ പ്രാർത്ഥന ഒരു 15 മിനിറ്റൂടെ അങ്ങോട്ട് കൂട്ടണം. നന്നായിട്ട് പാട്ടുപാടി ദൈവത്തെ ആരാധിക്കണം. ഇല്ലായ്മയിൽ നിന്നും പാവപ്പെട്ടവരെ കുറച്ചുകൂടെ സഹായിക്കണം. നാട്ടിലുള്ള അനാഥശാലയ്ക്കും ദൂരെയുള്ള സുവിശേഷ വേലക്കാർക്കും, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലേക്ക് ഈശോയുടെ സുവിശേഷം പറയുന്നവരെ ഒക്കെ സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. ഫിയാത്ത് മിഷൻ പോലെയുള്ള നല്ല ശുശ്രൂഷകൾ സഭയുടെ അകത്തുണ്ട്. വടക്കേ ഇന്ത്യൻ ശുശ്രൂഷകളെ നമ്മൾ സഹായിക്കണം. അങ്ങനെ നമ്മൾ 1 മൈൽ ദൂരം കൂടെ മുന്നോട്ട് പോകണം. ഈശോ പറയുന്നുണ്ട്, 1 മൈൽ ദൂരം പോകാൻ പറയുന്നവൻ്റെ കൂടെ 2 മൈൽ ദൂരം പോകണമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നേരത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിനേക്കാളും കൂട്ടിക്കൊടുക്കണം. പാവങ്ങളെ സഹായിക്കുന്നതിൻ്റെ അളവ് അങ്ങോട്ട് കൂട്ടണം. നമ്മുടെ ഇല്ലാത്തതിൻ്റെ അകത്തെടുത്ത് കുറച്ചുകൂടെ കൊടുത്തേക്കണം. ഇത് സത്യത്തിൽ ഒരു പൊട്ടം കളിയാണ്. നമ്മൾ ആളുകളുടെ മുമ്പിൽ വിഡ്ഢിയായി പോകും. പക്ഷേ ദിസ് ഇസ് ഫെയ്ത്ത്, ഇതാണ് വിശ്വാസം. ദൈവം
ഇതിനെ മാനിക്കും. ദൈവം ഇതിനെ മാനിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. ഒറ്റ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കേരളത്തിൽ ഇന്ന് ശക്തമായിട്ട് ദൈവം ഡെലിവറൻസ് മിനിസ്ട്രി, പിശാചിനെ പുറത്താക്കുന്ന ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്ന ഒരു വൈദികനുണ്ട്. വളരെ ശക്തമായിട്ട് അച്ഛൻ കൽപ്പിക്കുമ്പോൾ സാത്താൻ പറക്കുകയാണ്. വിദേശത്ത് നിന്ന് വെള്ളക്കാർ പോലും അച്ഛൻ്റെ ശുശ്രൂഷയിൽ വന്ന് ഡെലിവറൻസ് വാങ്ങിക്കുന്നു. പക്ഷേ ഈ ഒരു വലിയ കൃപ കിട്ടുന്നതിന് മുമ്പ് അച്ഛൻ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിൽ കൂടെ കടന്നുപോയി. ഈ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിൽ കൂടെ കടന്ന് മുടിയെല്ലാം പൊഴിഞ്ഞ് കീമോതെറാപ്പി എടുക്കുന്ന സമയത്ത് അച്ഛൻ കിടക്കെ കിടന്ന് 2500 ബൈബിൾ വചനം കാണാതെ പഠിച്ചു. അധ്യായം അടക്കം. മത്തായി 5:6, ലൂക്ക 7:17, ഇങ്ങനെ 2500 വചനങ്ങൾ സഹനമധ്യത്തിൽ കാണാതെ പഠിച്ചു. രോഗമില്ലാതിരുന്നപ്പോൾ ഒരു ദിവസം 2 വചനം കാണാപ്പാടം പഠിക്കുന്നത്. രോഗം വന്നപ്പോൾ 100 കണക്കിന് വചനം പഠിച്ചു. 2500 വചനം കാണാപ്പാടം പഠിച്ചു. ഇന്ന് ആ വചനം വെച്ചാൽ തകർക്കുന്നത്, ഇന്ന് ആ വചനം വെച്ചാൽ പ്രസംഗിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹനമധ്യത്തിൽ അച്ഛൻ ദൈവത്തോട് ചേർന്ന് നിന്നു. ഞാനൊരു പുരോഹിതനായതുകൊണ്ട് എനിക്കിട്ടി പണി തന്നല്ലോ എന്ന് ചോദിച്ചില്ല. പകരം ഹല്ലേലൂയ, ഐ വോർഷിപ്പ് യു, ഞാൻ ആരാധിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തെ മഹത്വപ്പെടുത്തി ചേർന്ന് നിന്നു. രോഗം പൂർണ്ണമായിട്ട് ഈശോ എടുത്ത് കളഞ്ഞിട്ട് പരിശുദ്ധാത്മാവിൻ്റെ 9 കൃപാവരങ്ങളും കൊടുത്തു. പത്രോസിന് കൊടുത്ത കൃപ, പൗലോസിന് കൊടുത്ത കൃപ ദൈവം ഈ അച്ഛന് പറഞ്ഞു കൊടുത്തു. ഒറ്റ വിരൽ ചൂണ്ടിൽ പിശാച് നിന്ന് വട്ടം കറങ്ങുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വീഡൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ബിഷപ്പുമാർ പിശാച് ബാധിച്ചവരെ കേരളത്തിൽ കൊണ്ടുവരുന്നു. ഈ വൈദികന്റെ ശുശ്രൂഷയിൽ വിടുതൽ പ്രാപിക്കുന്നു. എന്താണ് കാരണമെന്നറിയാമോ? സഹനമധ്യത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്നു. ഇന്ന് വചനം തിരുവചന ശുശ്രൂഷ ശാലോം ടിവിയുടെ മുമ്പിൽ ഇരുന്ന് കേൾക്കുമ്പോൾ തീരുമാനമെടുക്കണം. ഞാനിത് അനുസരിക്കും, ഞാൻ എൻ്റെ കർത്താവിനോട് ചേർന്ന് നിൽക്കും, ഞാൻ കൂടുതൽ എൻ്റെ കർത്താവിനോട് അടുക്കും. നാഥ, ചോദ്യം ചെയ്തതിന് മാപ്പ് ചോദിക്കുന്നു, പിറുപിറുത്തതിന് മാപ്പ് ചോദിക്കുന്നു, പ്രാർത്ഥന മുടക്കിന് മാപ്പ് ചോദിക്കുന്നു. ഞാൻ തിരികെ വരുന്നു. ഇന്ന് ഞാൻ ഉണരും, ഞാൻ എഴുന്നേൽക്കും, ഞാൻ എൻ്റെ കർത്താവിനോട് ചേർന്ന് നിൽക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. നല്ല ഈശോയെ, എൻ്റെ അറിവില്ലായ്മ പൊറുക്കണമേ. സഹനം വന്നപ്പോൾ ഞാൻ പതറിപ്പോയി കർത്താവേ. എൻ്റെ പ്രാർത്ഥന മുടക്കി ഞാൻ ചോദ്യം ചെയ്ത് എനിക്കിത് വന്നല്ലോ. ഇന്ന് തീരുമാനമെടുക്കും ദൈവമേ, അങ്ങയോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കും. എൻ്റെ അന്ത്യനാളുകൾ ധന്യമായിരിക്കും. കിരീടം എനിക്ക് ലഭിക്കും. എൻ്റെ സഹനം അതിൻ്റെ സമയം കഴിയുമ്പോൾ മാറിപ്പോകും. ഞാൻ മഹത്വം ദർശിക്കും. എന്നിലൂടെ അനേകരെ തൊടുവാൻ തക്കവണ്ണമുള്ള ഒരു അഭിഷേകം തരണേ. ഈ സഹനം മാറിക്കഴിയുമ്പോൾ സഹനത്തിൽ കഴിയുന്ന അനേകർക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു ഉപകരണമാക്കി എന്നെ അഭിഷേകം ചെയ്യണമേ. എന്നെ, എൻ്റെ കുടുംബത്തെയും ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി ഈശോയെ കൊടുക്കുന്നവരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കും. അനേകരുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.